സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഒരു ക്വിക്ക് റിവിഷനാണ്. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഒരു പ്രൊജക്ടൈലിന് ഏറ്റവും കൂടുതൽ റേഞ്ച് ലഭിക്കുന്ന കോൺ അളവ് ഏതാണ്? ഒരു പ്രൊജക്ടൈലിന് ഏറ്റവും കൂടുതൽ റേഞ്ച് ലഭിക്കുന്ന കോൺ അളവ് 45 ഡിഗ്രിയാണ്. 45 ഡിഗ്രി കോണളവാണ് ഒരു പ്രൊജക്ടൈലിന് ഏറ്റവും കൂടുതൽ റേഞ്ച് ലഭിക്കുന്ന കോണളവ്. ഏത് വിഷയത്തിലാണ് വർഗീസ് കുര്യൻ മക്സസെ അവാർഡിന് അർഹനായത്? ഏത് വിഷയത്തിലാണ് വർഗീസ് കുര്യൻ മക്സസെ അവാർഡിന് അർഹനായത്? സാമൂഹിക നേതൃത്വം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ്. ഏത് വിഷയത്തിലാണ് വർഗീസ് കുര്യൻ മക്സസെ അവാർഡിന് അർഹനായത്? സാമൂഹിക നേതൃത്വം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ്. ഈശ്വര ചിന്തയിലൊന്നേ മനുജന് ശാശ്വതമീയുലകിൽ എന്ന പ്രസിദ്ധമായ ചലച്ചിത്ര ഗാനം രചിച്ചത് ആരാണ്? തിരുനൈനാർകുറിച്ചി മാധവൻ നായരാണ്. തിരുനൈനാർകുറിച്ചി മാധവൻ നായരാണ് ഈശ്വര ചിന്തയിലൊന്നേ മനുജന് ശാശ്വതമീയുലകിൽ എന്ന പ്രസിദ്ധമായ ചലച്ചിത്ര ഗാനം രചിച്ചത്. തിരുനൈനാർകുറിച്ചി മാധവൻ നായർ. ഡങ്കൻ ഡ്രാഫ്റ്റ് എന്ന പദം ഏത് സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഡങ്കൽ ഡ്രാഫ്റ്റ്. ലോക വ്യാപാര സംഘടന. ഡങ്കൽ ഡ്രാഫ്റ്റ് എന്ന പദം ഏത് സംഘടനയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ലോക വ്യാപാര സംഘടന. സന്ധിയിലെ അസ്ഥികൾ തമ്മിൽ ഉരസൽ കുറയ്ക്കുന്ന ദ്രവം ഏതാണ്? സന്ധിയിലെ അസ്ഥികൾ തമ്മിൽ ഉരസൽ കുറയ്ക്കുന്ന ദ്രവം സൈനോവിയൽ ദ്രവമാണ്. സൈനോവിയൽ ദ്രവം. കോൺഗ്രസും കേരളവും എന്ന കൃതി രചിച്ചത്? കോൺഗ്രസും കേരളവും എന്ന കൃതി രചിച്ചത് A.K. പിള്ളയാണ്. കൃതിയുടെ പേര് കോൺഗ്രസും കേരളവും. രചിച്ചതാരാണ്? A.K. പിള്ള. കോട്ടയത്ത് നിന്ന് 1969 മംഗളം മാസിക ആരംഭിച്ചതാരാണ്? കോട്ടയത്ത് നിന്ന് 1969 മംഗളം മാസിക ആരംഭിച്ചത് MC വർഗീസ് ആണ്. MC വർഗീസ്. ദിബ്രു സൈഖോവ ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ദിബ്രു സൈഖോവ ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആസാമാണ്. ആസാമിലാണ് ദിബ്രു സൈഖോവ ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ തുരങ്കം ഏതാണ്? ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ തുരങ്കമാണ് ബോസ്ഫോറസ് തുരങ്കം. ബോസ്ഫോറസ് തുരങ്കം. ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ തുരങ്കമാണ് ബോസ്ഫോറസ് തുരങ്കം. 36 കോട്ടകൾ എന്ന പേരിനർത്ഥം വരുന്ന സംസ്ഥാനം ഏതാണ്? 36 കോട്ടകൾ എന്ന പേരിനർത്ഥമുള്ള സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഭൂമിയുടെ അന്തരീക്ഷ പാളിയെ പിടിച്ചു നിർത്തുന്ന ബലം ഏതാണ്? ഭൂമിയുടെ അന്തരീക്ഷ പാളിയെ പിടിച്ചു നിർത്തുന്ന ബലം ഗുരുത്വാകർഷണ ബലമാണ്. ഗുരുത്വാകർഷണ ബലമാണ് ഭൂമിയുടെ അന്തരീക്ഷ പാളിയെ പിടിച്ചു നിർത്തുന്ന ബലം. സെല്ലുലോസ് രാസപരമായി ഏത് ഭാഗത്തിൽ പെടുന്നു? ഏത് വിഭാഗത്തിൽ പെടുന്നു? സെല്ലുലോസ്. സെല്ലുലോസ് പോളിസാക്കറൈഡ് ആണ്. സെല്ലുലോസ് പോളിസാക്കറൈഡ്. തേർഡ് വിൻഡോ എന്ന പദവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സംഘടന, അന്താരാഷ്ട്ര പ്രസ്ഥാനം ഏതാണ്? തേർഡ് വിൻഡോ. ലോക ബാങ്കാണ്. ലോക ബാങ്കാണ് തേർഡ് വിൻഡോ എന്ന പദവുമായിട്ട് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര പ്രസ്ഥാനം. ലോക ബാങ്ക്. ആലത്തൂർ ശിവയോഗി എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? ആലത്തൂർ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആലത്തൂർ ശിവയോഗി എന്നും അറിയപ്പെട്ട നവോത്ഥാന നായകൻ. സയനൈഡ് വിഷബാധയുടെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? സയനൈഡ് വിഷബാധയുടെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം തയോസൾഫേറ്റ് ആണ്. സോഡിയം തയോസൾഫേറ്റ്. ഹിന്ദി ഭാഷയുടെ മാതാവ് എന്നറിയപ്പെടുന്നത്? ഹിന്ദി ഭാഷയുടെ മാതാവ് സംസ്കൃതമാണ്. സംസ്കൃതമാണ് ഹിന്ദി ഭാഷയുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നത്. ഫ്രഞ്ചുകാർക്ക് 1763 ശേഷം കേരളത്തിൽ സ്വാധീനമുണ്ടായിരുന്ന ഏക പ്രദേശം ഏതാണ്? ഫ്രഞ്ചുകാർക്ക് 1763 ശേഷം കേരളത്തിൽ സ്വാധീനമുണ്ടായിരുന്ന ഏക പ്രദേശം മയ്യഴിയാണ്. മയ്യഴി.
അന്തർജന സമാജം സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? അന്തർജന സമാജം സ്ഥാപിക്കപ്പെട്ട വർഷം 1932. അന്തർജന സമാജം സ്ഥാപിക്കപ്പെട്ട വർഷം 1932. പുരാവസ്തു ഗവേഷണ കേന്ദ്രമായ മാലിനിത്താൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? പുരാവസ്തു ഗവേഷണ കേന്ദ്രമായ മാലിനിത്താൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. മാലിനിത്താൻ സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. അഞ്ചരക്കണ്ടിയിൽ തോട്ടം വികസിപ്പിച്ച യൂറോപ്യൻ ആരാണ്? അഞ്ചരക്കണ്ടിയിൽ തോട്ടം വികസിപ്പിച്ച യൂറോപ്യൻ മർഡോക്ക് ബ്രൗൺ ആണ്. മർഡോക്ക് ബ്രൗൺ ആണ് അഞ്ചരക്കണ്ടിയിൽ തോട്ടം വികസിപ്പിച്ച യൂറോപ്യൻ. മർഡോക്ക് ബ്രൗൺ. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിനും സ്കൂളുകളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വിഭാവനം ചെയ്ത പദ്ധതി ഏതാണ്? 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിനും സ്കൂളുകളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. മികച്ച സംഭാഷണ രചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായിട്ട് നേടിയത് ആരാണ്? മികച്ച സംഭാഷണ രചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായിട്ട് നേടിയത് KT മുഹമ്മദ് ആണ്. KT മുഹമ്മദ്. 1929 കൊല്ലത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച മലയാള രാജ്യം പത്രത്തിന്റെ സ്ഥാപകൻ. പത്രത്തിന്റെ പേര് മലയാള രാജ്യം. 1929 കൊല്ലത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച മലയാള രാജ്യം പത്രത്തിന്റെ സ്ഥാപകനാണ് KG ശങ്കർ. KG ശങ്കർ. ചെമ്പ്, വെള്ളി, ഇരുമ്പ്, സ്വർണം, ഈയം എന്നിവ ചേർന്ന ലോഹസങ്കരം ഏതാണ്? ചെമ്പ്, വെള്ളി, ഇരുമ്പ്, സ്വർണം, ഈയം എന്നിവ ചേർന്ന ലോഹസങ്കരമാണ് പഞ്ചലോഹം. അപ്പൊ പഞ്ചലോഹത്തിൽ അടങ്ങിയിരിക്കുന്നത് ഏതൊക്കെയാണ് എന്ന് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ്? ചെമ്പ്, വെള്ളി, ഇരുമ്പ്, സ്വർണം, ഈയം. കേരളപ്പിറവിയുടെ സുവർണ ജൂബിലി വേളയിൽ മുഖ്യമന്ത്രി ആരായിരുന്നു? കേരളപ്പിറവിയുടെ സുവർണ ജൂബിലി വേളയിൽ മുഖ്യമന്ത്രിയായിരുന്നത് VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദൻ. ആരുടെ പരാജയമാണ് ആ വ്യക്തിയുടെ പരാജയത്തേക്കാൾ തൻ്റേതാണെന്ന് ഗാന്ധിജി 1939 പ്രസ്താവിച്ചത്? ആരുടെ പരാജയമാണ് ആ വ്യക്തിയുടെ പരാജയത്തേക്കാൾ തൻ്റേതാണെന്ന് ഗാന്ധിജി 1939 പ്രസ്താവിച്ചത്? പട്ടാഭി സീതാരാമയ്യയോടെയാണ്. പട്ടാഭി സീതാരാമയ്യ. MT വാസുദേവൻ നായരുടെ ഏത് രചനയാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന പേരിൽ സിനിമയായത്? ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന പേരിൽ സിനിമയായത് സ്വർഗം തുറക്കുന്ന സമയം എന്ന രചനയാണ്. സ്വർഗം തുറക്കുന്ന സമയം ആരുടെ കൃതിയാണ്? MT വാസുദേവൻ നായരുടെ കൃതിയാണ്. സ്വർഗം തുറക്കുന്ന സമയം എന്ന രചനയാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന പേരിൽ സിനിമയായത്. ഡോക്യുമെന്ററി സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്യുമെന്ററി സിനിമയുടെ പിതാവ് ജോൺ ഗ്രിയേഴ്സൺ ആണ്. ജോൺ ഗ്രിയേഴ്സൺ ആണ് ഡോക്യുമെന്ററി സിനിമയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ജോൺ ഗ്രിയേഴ്സൺ. കാർബൺ ആറ്റത്തിന്റെ സംയോജകത എത്രയാണ്? കാർബൺ ആറ്റത്തിന്റെ സംയോജകത 4 ആണ്. കാർബൺ ആറ്റത്തിന്റെ സംയോജകത 4. തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് പർവ്വത മണ്ണാണ്. തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് പർവ്വത മണ്ണ്. കേരള വർമ്മ വലിയ കോയി തമ്പുരാൻ അധ്യക്ഷനായി പാഠപുസ്തക കമ്മിറ്റി രൂപവത്കരിച്ച രാജാവ് ആരാണ്? കേരള വർമ്മ വലിയ കോയി തമ്പുരാൻ അധ്യക്ഷനായിട്ട് പാഠപുസ്തക കമ്മിറ്റി രൂപവത്കരിച്ച രാജാവാണ് ആയില്യം തിരുനാൾ. ആയില്യം തിരുനാൾ. സാമൂഹിക ക്ഷേമ മന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ വനിതാ കമ്മീഷൻ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് ആരാണ്? സാമൂഹിക ക്ഷേമ മന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ വനിതാ കമ്മീഷൻ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് KR ഗൗരിയമ്മയാണ്. KR ഗൗരിയമ്മ.
കൊച്ചി രാജ്യചരിത്രം എന്ന കൃതി രചിച്ചതാരാണ്? കൊച്ചി രാജ്യചരിത്രം KP പത്മനാഭ മേനോനാണ്. കൊച്ചി രാജ്യചരിത്രം എന്ന കൃതി രചിച്ചതാരാണ്? KP പത്മനാഭ മേനോൻ. കഥകളി വേഷക്കാരുടെ മുഖത്ത് അലങ്കാരപ്പണികൾ നടത്തുകയും ചായം തേക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേരെന്ത്? കഥകളി വേഷക്കാരുടെ മുഖത്ത് അലങ്കാരപ്പണികൾ നടത്തുകയും ചായം തേക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ചുട്ടിക്കുത്ത്. ചുട്ടിക്കുത്ത്. ചുട്ടിക്കുത്ത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. ദ റെനൈസൻസ് ഇൻ ഇന്ത്യ. ദ റെനൈസൻസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ച സ്വാതന്ത്ര്യ സമര സേനാനി അരവിന്ദ ഘോഷാണ്. ദ റെനൈസൻസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? അരവിന്ദ ഘോഷ്. 7 നഗരങ്ങളുടെയും 1000 സ്മാരകങ്ങളുടെയും നഗരം എന്നറിയപ്പെടുന്നത്. 7 നഗരങ്ങളുടെയും 1000 സ്മാരകങ്ങളുടെയും നഗരം എന്നറിയപ്പെടുന്നത് ഡൽഹിയാണ്. ഡൽഹി. പമ്പ കക്കി പദ്ധതി എന്ന പേരിലും അറിയപ്പെടുന്ന ജലവൈദ്യുത പദ്ധതി ഏത്? പമ്പ കക്കി പദ്ധതി എന്നും അറിയപ്പെടുന്നത് ശബരിഗിരി പദ്ധതിയാണ്. ശബരിഗിരി പദ്ധതിയാണ് പമ്പ കക്കി പദ്ധതി എന്നും അറിയപ്പെടുന്നത് ജലവൈദ്യുത പദ്ധതി. ഫറാസി കലാപത്തിന് വേദിയായ പ്രദേശം ഏതാണ്? ഫറാസി കലാപത്തിന് വേദിയായത് ബംഗാളാണ്. ഫറാസി കലാപത്തിന് വേദിയായ പ്രദേശം ബംഗാൾ. സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡിൻ്റെ ആദ്യത്തെ അധ്യക്ഷ. സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡിൻ്റെ ആദ്യത്തെ അധ്യക്ഷ ദുർഗാബായ് ദേശ്മുഖ് ആണ്. ദുർഗാബായ് ദേശ്മുഖ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിലൊന്നായ പടിഞ്ഞാറെ കോവിലകം കലാപം നടത്തിയത് ഏത് രാജകുടുംബത്തിൽപ്പെട്ടവരാണ്? കലാപത്തിൻ്റെ പേര് പടിഞ്ഞാറെ കോവിലകം കലാപം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിലൊന്നായ പടിഞ്ഞാറെ കോവിലകം കലാപം നടത്തിയത് സാമൂതിരി രാജകുടുംബത്തിൽപ്പെട്ടവരാണ്. സാമൂതിരി രാജകുടുംബത്തിൽപ്പെട്ടവർ. ചന്ദ്രയാൻ 1 പദ്ധതിയുടെ സമയത്തെ ISRO ചെയർമാൻ. ചന്ദ്രയാൻ 1 പദ്ധതിയുടെ സമയത്തെ ISRO ചെയർമാൻ ആരായിരുന്നു? G മാധവൻ നായർ. ചന്ദ്രയാൻ 3 പദ്ധതിയുടെ സമയത്ത് ISRO ചെയർമാൻ ആരാണ്? കമന്റ് ചെയ്യുക. 1792 മുതൽ 1800 വരെ മലബാർ ഏത് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു? 1792 മുതൽ 1800 വരെ മലബാർ ഏത് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു? ബോംബെ പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. ബോംബെ. ഇന്ത്യൻ ഏവിയേഷൻ അക്കാദമി എവിടെയാണ്? ഇന്ത്യൻ ഏവിയേഷൻ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹി. ഇന്ത്യൻ ഏവിയേഷൻ അക്കാദമി എവിടെയാണ്? ന്യൂഡൽഹി. ലോമികകൾ കണ്ടുപിടിച്ചത് ആരാണ്? ലോമികകൾ കണ്ടുപിടിച്ചത് മാർസെല്ലോ മാൽപിജിയാണ്. മാർസെല്ലോ മാൽപിജിയാണ് ലോമികകൾ കണ്ടുപിടിച്ചത്. മാർസെല്ലോ മാൽപിജി. ഒന്നാം സ്വാതന്ത്ര്യ സമരക്കാലത്ത് 1857 ഓഗസ്റ്റ് 2 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവും കലാപകാരികളും ഏറ്റുമുട്ടിയ സ്ഥലം ഏതാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് 1857 ഓഗസ്റ്റ് 2 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവും കലാപകാരികളും ഏറ്റുമുട്ടിയത് ആഗ്രയിലാണ്. ആഗ്ര. ചിട്ടി ബാബു ഏത് സംഗീതോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചിട്ടി ബാബു വീണയാണ്. വീണ. രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയ. രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയയാണ് ഹീമോപോയസിസ്. ഹീമോപോയസിസ്. രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയയാണ് ഹീമോപോയസിസ്. ഡോക്ടർ അംബേദ്കർ ഏത് സംസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്താണ് 1952 രാജ്യസഭാംഗമായത്? ഡോക്ടർ അംബേദ്കർ ഏത് സംസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്താണ് 1952 രാജ്യസഭാംഗമായത്? ബോംബെയാണ്. ബോംബെ സംസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്താണ് 1952 ഡോക്ടർ അംബേദ്കർ രാജ്യസഭാംഗം ആയത്. മുതുമലൈ ദേശീയോദ്യാനം ഏത് മൃഗത്തിനാണ് പ്രസിദ്ധം? മുതുമലൈ ദേശീയോദ്യാനം ആനയാണ്. ആന. പോളാർ പ്രൈസ് നേടിയ ആദ്യ ഭാരതീയനാര്? പോളാർ പ്രൈസ് നേടിയ ആദ്യത്തെ ഭാരതീയനാണ് പണ്ഡിറ്റ് രവിശങ്കർ. പണ്ഡിറ്റ് രവിശങ്കർ.
ഹോർത്തൂസ് മലബാറിക്കസിന് ആവശ്യമായ ചിത്രങ്ങൾ വരച്ച കാർമലൈറ്റ് പുരോഹിതൻ ആരാണ്? ഹോർത്തൂസ് മലബാറിക്കസിന് ആവശ്യമായ ചിത്രങ്ങൾ വരച്ച കാർമലൈറ്റ് പുരോഹിതനാണ് മാത്യൂസ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പത്രനിരോധനം ഏത് രാജാവിൻ്റെ കാലത്താണ്? സന്ദിഷ്ടവാദി എന്ന പത്രമാണ് തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് പത്രനിരോധനം നടത്തിയ പത്രം. സന്ദിഷ്ടവാദി ഏത് രാജാവിൻ്റെ കാലത്താണ്? ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് പത്രനിരോധനം നടന്നത്. മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ ധാന്യം ഏതാണ്? മനുഷ്യൻ ആദ്യമായിട്ട് നിർമ്മിച്ച കൃത്രിമ ധാന്യം ട്രിറ്റിക്കേലാണ്. മനുഷ്യൻ ആദ്യമായിട്ട് നിർമ്മിച്ച കൃത്രിമ ധാന്യമാണ് ട്രിറ്റിക്കേൽ. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ തീം പാർക്കായ ചെന്നൈയിലെ കിഷ്കിന്ധ സ്ഥാപിച്ചത് ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ തീം പാർക്ക് ഏതാണ്? ചെന്നൈയിലെ കിഷ്കിന്ധയാണ്. അത് സ്ഥാപിച്ചത് നവോദയ അപ്പച്ചൻ. മനുഷ്യ ശരീരത്തിൻ്റെ ആന്തരഘടനയെക്കുറിച്ച് ആന്ദ്രേ വെസാലിയസ് പുറത്തിറക്കിയ പുസ്തകത്തിൻ്റെ പേര്? മനുഷ്യ ശരീരത്തിൻ്റെ ആന്തരഘടനയെക്കുറിച്ച് ആന്ദ്രേ വെസാലിയസ് പുറത്തിറക്കിയ പുസ്തകത്തിൻ്റെ പേരാണ് ദി ഹ്യൂമാനി കോർപ്പോറിസ് ഫാബ്രിക്ക എന്നത്. ദി ഹ്യൂമാനി കോർപ്പോറിസ് ഫാബ്രിക്ക ആന്ദ്രേ വെസാലിയസ് പുറത്തിറക്കിയ പുസ്തകമാണ്. എന്തിനെക്കുറിച്ചാണ്? മനുഷ്യ ശരീരത്തിൻ്റെ ആന്തരഘടനയെക്കുറിച്ച്. പുസ്തകത്തിൻ്റെ പേര് ദി ഹ്യൂമാനി കോർപ്പോറിസ് ഫാബ്രിക്ക. കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്തതാരാണ്? കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്തത് ജി അരവിന്ദനാണ്. വൃക്കയിൽ രക്തം എത്തിക്കുന്ന രക്തക്കുഴൽ ഏതാണ്? വൃക്കയിൽ രക്തം എത്തിക്കുന്ന രക്തക്കുഴലാണ് വൃക്കാധമനി അഥവാ റീനൽ ആർട്ടറി. വൃക്കയിൽ രക്തം എത്തിക്കുന്ന രക്തക്കുഴലാണ് വൃക്കാധമനി അഥവാ റീനൽ ആർട്ടറി. ശക്തമായ ഉച്ഛ്വാസം നടത്തിയ ശേഷം പുറത്തുവിടുവാൻ കഴിയുന്ന വായുവിൻ്റെ ഏറ്റവും കൂടിയ അളവ്? ശക്തമായ ഉച്ഛ്വാസം നടത്തിയ ശേഷം പുറത്തുവിടുവാൻ കഴിയുന്ന വായുവിൻ്റെ ഏറ്റവും കൂടിയ അളവാണ് ജൈവക്ഷമത അല്ലെങ്കിൽ വൈറ്റൽ കപ്പാസിറ്റി എന്നത്. ജൈവക്ഷമത അല്ലെങ്കിൽ വൈറ്റൽ കപ്പാസിറ്റി. നിവർത്തന പ്രക്ഷോഭ സമിതിയുടെ സെക്രട്ടറി ആരായിരുന്നു? നിവർത്തന പ്രക്ഷോഭ സമിതിയുടെ സെക്രട്ടറി സി കേശവൻ. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. ഒരു അടിമയായിരിക്കാൻ എനിക്കിഷ്ടമില്ലാത്തതുപോലെ തന്നെ ഒരു യജമാനനായിരിക്കുവാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഒരു അടിമയായിരിക്കാൻ എനിക്കിഷ്ടമില്ലാത്തതുപോലെ തന്നെ ഒരു യജമാനനായിരിക്കുവാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള ഏതാണ്? ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള നെല്ലാണ്. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള നെല്ല്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഉയർന്ന താപനില അതായത് 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ, ധാരാളം മഴ അതായത് 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ എന്നിവ ഏതു ഭക്ഷ്യവിളയുടെ കൃഷിക്ക് ആവശ്യമാണ്? ഉയർന്ന താപനിലയും ധാരാളം മഴയും ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവിളയാണ് നെല്ല്. നദീതടങ്ങൾ, തീരസമതലങ്ങൾ എന്നിവിടങ്ങളിൽ മുഖ്യമായും കൃഷി ചെയ്തു വരുന്ന ഭക്ഷ്യവിള ഏത്? നദീതടങ്ങൾ, തീരസമതലങ്ങൾ എന്നിവിടങ്ങളിൽ മുഖ്യമായും കൃഷി ചെയ്തു വരുന്ന ഭക്ഷ്യവിളയാണ് നെല്ല്. ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനമുള്ള ഭക്ഷ്യവിള ഗോതമ്പാണ്. ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനമുള്ള ഭക്ഷ്യവിള ഗോതമ്പ്. ഏത് ഭക്ഷ്യവിളയുടെ കൃഷിക്കാണ് നീർവാഴ്ചയുള്ള എക്കൽ മണ്ണ് ഉത്തമമായിട്ടുള്ളത്?
ഏത് ഭക്ഷ്യവിളയുടെ കൃഷിക്കാണ് നീർവാഴ്ചയുള്ള എക്കൽ മണ്ണ് ഉത്തമമായിട്ടുള്ളത്? ഗോതമ്പിൻ്റേതാണ്. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടി ഏതാണ്? ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായിട്ട് നിരോധിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ. മോൺട്രിയൽ ഉടമ്പടിക്ക് രൂപം നൽകിയ വർഷം ഏത്? മോൺട്രിയൽ ഉടമ്പടിക്ക് രൂപം നൽകിയ വർഷം 1987. മോൺട്രിയൽ ഉടമ്പടിക്ക് രൂപം നൽകിയ വർഷം 1987. ഓസോൺ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 16. ഹാനികരങ്ങളായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഹാനികരങ്ങളായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയർ. ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങൾ. ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ്. ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങൾ. ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ഭൂനികുതി ഈടാക്കുന്നതിനും ഉടമസ്ഥാവകാശം കാണിക്കുന്നതിനും വേണ്ടി നിർമ്മിച്ചു സൂക്ഷിക്കുന്ന ഭൂപടം ഏതാണ്? ഭൂനികുതി ഈടാക്കുന്നതിനും ഉടമസ്ഥാവകാശം കാണിക്കുന്നതിനും വേണ്ടി നിർമ്മിച്ചു സൂക്ഷിക്കുന്ന ഭൂപടമാണ് കഡസ്ട്രൽ ഭൂപടങ്ങൾ. ധരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏത്? ധരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമി ചിത്രീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വെള്ള നിറമാണ്. ഒരു ഭൂപടത്തിന്റെ മുകൾ ഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു ഭൂപടത്തിന്റെ മുകൾ ഭാഗം സൂചിപ്പിക്കുന്നത് വടക്ക് ദിക്കിനെയാണ്. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഏതാണ്? നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിന്റെ ഭാഗമാണ്? ഏത് അന്തരീക്ഷ മണ്ഡലത്തിന്റെ ഭാഗമാണ്? തെർമോസ്ഫിയറിന്റെ ഭാഗമാണ് അയണോസ്ഫിയർ. ഏത് അന്തരീക്ഷ മണ്ഡലത്തിന്റെ ഭാഗമാണ്? തെർമോസ്ഫിയർ. ഭൂമിയോട് ചേർന്നുള്ള അന്തരീക്ഷ പാളി ഏതാണ്? ഭൂമിയോട് ചേർന്നുള്ള അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഭൂമിയുടെ ധ്രുവ പ്രദേശങ്ങളിൽ രാത്രികാലത്ത് ദൃശ്യമാകുന്ന വർണ്ണക്കാഴ്ചയാണ് ധ്രുവദീപ്തി. ഈ പ്രതിഭാസം അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ് കാണപ്പെടുന്നത്? ഭൂമിയുടെ ധ്രുവ പ്രദേശങ്ങളിൽ രാത്രികാലത്ത് ദൃശ്യമാകുന്ന വർണ്ണക്കാഴ്ചയാണ് ധ്രുവദീപ്തി എന്നത്. ഈ പ്രതിഭാസം അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ് കാണപ്പെടുന്നത്? തെർമോസ്ഫിയർ. മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ താഴെ പറയുന്ന ഏത് അന്തരീക്ഷ പാളിയിലാണ് ഉണ്ടാകുന്നത്? മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ഏത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1935 ഏപ്രിൽ 1-നാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന തീയതി ഏതാണ്? 1935 ഏപ്രിൽ 1. ഏത് നിയമം അനുസരിച്ചാണ് ഇന്ത്യയിലെ റിസർവ് ബാങ്ക് രൂപീകൃതമായത്? ഏത് നിയമം? 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ചിട്ടാണ് റിസർവ് ബാങ്ക് രൂപീകൃതമായത്. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യയിൽ കറൻസി ഇറക്കുന്നതിനുള്ള അവകാശമുള്ള ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക് ആണ്. റിസർവ് ബാങ്ക്
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ച തീയതി ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ച തീയതി 1949 ജനുവരി 1. 1949 ജനുവരി 1. കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്ക് രൂപീകരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മീഷനാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഹിൽട്ടൺ യങ് കമ്മീഷൻ. റിസർവ് ബാങ്ക് രൂപീകരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മീഷൻ ഏതാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. മലബാറിൽ കർഷക സംഘം രൂപവൽക്കരിക്കുന്നതിന് പ്രചോദനം നൽകിയ നവോത്ഥാന നായകൻ. മലബാറിൽ കർഷക സംഘം രൂപവൽക്കരിക്കുന്നതിന് പ്രചോദനം നൽകിയ നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് അന്തരിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് അന്തരിച്ച നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപു. 1924 ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെയാണ്? ആലുവയിലാണ്. വർഷം 1924. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് ആലുവയിൽ. ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്ര സംഗ്രഹം രചിച്ചത് ആരാണ്? കുമാരനാശാണ്. ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്ര സംഗ്രഹം രചിച്ചത് കുമാരനാശാൻ. കോഴഞ്ചേരി പ്രസംഗ കേസിൽ സി കേശവന് വേണ്ടി വാദിച്ച അഭിഭാഷകൻ. കോഴഞ്ചേരി പ്രസംഗ കേസിൽ സി കേശവന് വേണ്ടി വാദിച്ച അഭിഭാഷകൻ ടി.എം. വർഗീസ് ആണ്. ടി.എം. വർഗീസ്. ആരിൽ നിന്നാണ് ചട്ടമ്പി സ്വാമികൾ ഹഠയോഗം സ്വായത്തമാക്കിയത്? ഹഠയോഗ വിദ്യ ചട്ടമ്പി സ്വാമികൾ അഭ്യസിച്ചത് ആരിൽ നിന്നുമാണ്? തൈക്കാട് അയ്യയാണ്. തൈക്കാട് അയ്യ. ജയിൽ മോചിതനായ സി കേശവനെ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കെ.സി. മാമ്മൻ മാപ്പിളയാണ്. ജയിൽ മോചിതനായ സി കേശവനെ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവെന്ന് വിശേഷിപ്പിച്ചത് കെ.സി. മാമ്മൻ മാപ്പിള. ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് സമാധി സപ്താഹം രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. ആരുടെ വിയോഗത്തിൽ അനുശോചിച്ചുകൊണ്ടാണ്? ചട്ടമ്പി സ്വാമികളുടെ വിയോഗത്തിൽ അനുശോചിച്ചുകൊണ്ടാണ് പണ്ഡിറ്റ് കറുപ്പൻ സമാധി സപ്താഹം രചിച്ചത്. അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ പിതാവ് ജോസഫ് മറയാണ്. ജോസഫ് മറ. ഏത് തൊഴിലിലാണ് മന്നത്ത് പത്മനാഭൻ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്? അധ്യാപനമാണ്. അധ്യാപനം. അവസാനത്തെ ചോദ്യമാണ്, മൺപാത്രങ്ങളിൽ വെള്ളം തണുക്കാൻ കാരണമാകുന്ന പ്രതിഭാസം ഏതാണ്? മൺപാത്രങ്ങളിൽ വെള്ളം തണുക്കാൻ കാരണമാകുന്ന പ്രതിഭാസമാണ് ബാഷ്പീകരണം. മൺപാത്രങ്ങളിൽ വെള്ളം തണുക്കാൻ കാരണമാകുന്ന പ്രതിഭാസം ബാഷ്പീകരണം. അപ്പോൾ 100 ചോദ്യങ്ങൾ, എല്ലാം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.